സങ്കീർത്തനങ്ങൾ 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന മഹാനായ നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിലെ അറിയപ്പെട്ടിരുന്ന ഈ രാജാവിൻ്റെ ജീവിതം തകരുന്നതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു വലിയ കാരണം ഇതാണ്: ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഇവൻ നന്ദി പറഞ്ഞില്ല. മറിച്ച് തൻ്റെ കൊട്ടാരവും താൻ പണിത കെട്ടിടങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം തൻ്റെ മഹത്വത്തിന് വേണ്ടി താൻ നിർമ്മിച്ചതാണ് എന്നവൻ അഹങ്കാരപൂർവ്വം പറഞ്ഞു. ആ നിമിഷം തന്നെ അവനിൽ നിന്ന് രാജ്യം വേർപെട്ടു. 1 കൊരിന്തോസ് 4:7. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ നേട്ടങ്ങൾ, നമുക്കുള്ളതെല്ലാം ദൈവം തന്നതല്ലേ? ദൈവത്തിൻ്റെ ദാനമല്ലേ? ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് എല്ലാ പ്രശംസകളും എല്ലാ മഹത്വവും നമ്മുടെ ദൈവത്തിന് ഈ നിമിഷം നൽകാം. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്ര, വീണ്ടും വരും അവൻ രാജാധിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഓ ഓ ഓ ഹല്ലേലൂയ. എല്ലാ പ്രശംസകളും എല്ലാ മഹത്വവും രാജാധിരാജനായ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ നേട്ടങ്ങളും, നമ്മൾ കൈവച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവിക കൃപയാലാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തേക്ക് മഹത്വം നൽകാം.
സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും പാടിടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായവൻ ദൈവപുത്ര. വീണ്ടും വരുമവൻ രാജാധിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ. പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ മനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഓ ഓ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം എസെക്കിയാ രാജാവിന് കൊടുത്ത വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അനേകം ജനതകളുടെ സന്തോഷമായി ഇമ്മാനുവേൽ ഭൂജാതനാകും ഒരു യുവതിയിലൂടെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ആ വലിയ സന്ദേശ വാർത്ത എസെക്കിയാ രാജാവിനെ ദൈവം അറിയിക്കുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ. പരിശുദ്ധ അമ്മയെ നമുക്കൊരു നിമിഷം ഓർക്കാം. നന്മകൾ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധ അമ്മ, ദൈവകൃപ നിറഞ്ഞൊഴുകുന്ന ആ അമ്മയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് അവളുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയായ ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നേരുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയേ, നീയല്ലോ നീയല്ലോ
പ്രിയതാരം നീയേ, പാരിന്തായ നീയേ, മേരി ലോകമാതാ. നേരുമമ്മ വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ, മേരി ലോകമാതാ. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി തെരഞ്ഞെടുത്ത മോശയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയ്ക്ക് സംശയമായി, ഞാൻ പോയാൽ ഇസ്രായേൽ എന്നെ കേൾക്കുമോ? ഞാൻ പോയാൽ ഇസ്രായേൽ എന്നെ അനുസരിക്കുമോ? ഞാൻ അവരെ എങ്ങനെ നയിക്കും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ മോശയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ദൈവം മോശയ്ക്കൊരു ഉത്തരം കൊടുത്തു. നീ ഇസ്രായേൽ ജനത്തെ കാണുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി. എനിക്ക് അബ്രാഹത്തിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം പ്രത്യക്ഷനായി എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അതിൽ അവർ പരിപൂർണമായി വിശ്വസിച്ചു കൊള്ളുമെന്ന് ദൈവം മോശയ്ക്ക് ഒരു വലിയൊരു വാഗ്ദാനം കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതത്തിൽ അബ്രാഹത്തിന്റെ ദൈവം വലിയ അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ടു. മോശയോട് കർത്താവ് പറഞ്ഞു, നീ പുറപ്പെടുക, ഞാൻ നിന്നെ സഹായിക്കാം. മോശ ദൈവത്തിൻ്റെ ആ വാക്ക് വിശ്വസിച്ച് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി പുറപ്പെട്ടു. അവൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയ ആ വാക്കിതായിരുന്നു, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അബ്രാഹത്തിൻ്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ജീവൻ നൽകുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആ ദൈവത്തെ നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. അബ്രഹാമിൻ നാഥനാരാധന,
ആത്മാവിലും സത്യത്തിലും ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചതുപോലെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം. നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ